പ്രൈസ് ദി ലോർഡ്. സ്നേഹവന്ദനം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നല്ലോ. നല്ല ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ. ഒന്ന്, ഈ വചനം ജഡമായി തീർന്നു, ദൈവത്തിൻ്റെ വചനത്തിന് ഉളവാക്കുവാൻ കഴിയും, അതുകൊണ്ട് വചനം തന്നെയല്ലേ ജഡമായത് എന്നൊരു ചോദ്യം. അത് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ജഡമായി തീർന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മത്തായി സുവിശേഷം 1:18 ലൂക്കോസ് സുവിശേഷം 1:35 മുതലും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. മത്തായി സുവിശേഷം 1:18 അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു. ലൂക്കോസ് സുവിശേഷത്തിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും. അപ്പോൾ ജഡമായി തീർന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ജഡമായി തീർന്നത് പരിശുദ്ധാത്മാവാണ്. 2, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാം വാക്യത്തിൽ കാണുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അവൻ ദൈവം, 2 വ്യക്തികളായിട്ട് നമുക്ക് തോന്നും. അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ ദൈവം വേറെ, അവൻ വേറെ എന്ന് നമുക്ക് വരും. അതതിൻ്റെ തൊട്ടടുത്തുള്ളതായ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ക്ലിയറായി കിട്ടും. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ അവനാണ് സകലത്തെയും ഉളവാക്കിയത്. അപ്പോൾ അവൻ ആരാണ്? ഉൽപ്പത്തി 1:1 വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഉളവാക്കിയത് ദൈവമാണ്. അപ്പോൾ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുമ്പോൾ അവൻ ദൈവമാണ്, ഉളവാക്കിയത് അവൻ തന്നെ. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ ഒന്നിന് മറുപടി അതിൽ തന്നെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും. വചനം എപ്പോഴും ഒരു വാക്യത്തിൽ മാത്രം പിടിച്ചു നിൽക്കാൻ പാടില്ല. മറ്റു വചനങ്ങൾ കൂടി നമ്മളതിൽ ആഡ് ചെയ്യുമ്പോഴാണ് പൂർണ്ണത വരുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 8:31 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്വതന്ത്രരായില്ലെങ്കിൽ നമ്മൾ അടിമത്തത്തിലാണ്. സ്വതന്ത്രരാകണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം. നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം മാറി അതിൻ്റെ ഒരു ക്ലാരിഫൈ നമുക്ക് വരണം. സംശയിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ അടിമത്തത്തിലാണ്. അതിൻ്റെ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ വചനത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. അതാണ് ശരി, ഇവിടെ പറയുമ്പോൾ ഇവിടെയാണ് ശരി. അപ്പോൾ വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ വചനത്തെക്കുറിച്ച് നമ്മൾ ഒരു ആധികാരികമായിട്ടുള്ളതായ പഠനം നമുക്ക് ആവശ്യമാണ്. കാരണം ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു നുണ 1000 തവണ ആവർത്തിച്ച് അത് ശരിയാണെന്ന് പറഞ്ഞാൽ അത് ശരിയായി മാറും എന്ന് പറയുന്ന ചില വിഭാഗക്കാർ നമ്മുടെ ലോകത്തിലുണ്ട്. ഒരു നുണ അല്ലെങ്കിൽ തെറ്റിനെ ശരിയാണെന്ന് ആവർത്തിച്ച് 1000 തവണ പറഞ്ഞാൽ അത് ശരിയാക്കും. എന്നാൽ വചനം പറയുന്നു, ഭൂരിപക്ഷത്തോടു കൂടി വ്യാജം പറയരുത്, അല്ലെങ്കിൽ ബഹുജനപക്ഷം, ഈ ഭൂമിയിലുള്ള 99% പേരും പോഷ്കാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും ശരിയായി മാറുകയില്ല. കാരണം വചനം പറയുന്നു, അവൻ ആദ്യം മുതൽ ബോഷ്ക്ക് പറയുന്നവനാണ്. ആര്? പിശാച്. പിശാച് ബോഷ്ക്ക് പറയും, ബോഷ്കിൻ്റെ അപ്പനുമാണ്. അപ്പം നമ്മൾ ഒരു ബോഷ്കിനെ ശരിയാക്കി മാറ്റി നമ്മളെ അടിമത്തത്തിൽ ആക്കി വിടുന്ന സമ്പ്രദായമുണ്ട് സാത്താന്. പ്രധാനമായും ദൈവവചനം.
നമ്മളൊരു പക്ഷേ 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ അഹറോൻ ഒരു സമയം ജനം വാശി പിടിച്ചപ്പോൾ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിതമായി. അതുപോലെ യോശുവ എന്ത് ചെയ്തു? തൊട്ടടുത്ത് കിടന്ന ഗിബിയോന്യരുമായിട്ട് അവൻ ഉടമ്പടി ചെയ്തു. അതുപോലെ ദാവീദ് 1 ദിനവൃത്താന്തം 21-1 വായിക്കുമ്പോൾ സാത്താൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തെറ്റിനെ ശരിയാക്കി മാറ്റി ബോഷ്കിൽ നമ്മളെ അടിമത്തത്തിലാക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അത് നമ്മൾ അനുഭവിക്കുന്നവരായി തീരണം. ഓക്കെ, അടുത്ത വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.